ഹലോ ഗൈസ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ വണ്ടിയൊക്കെ കളർ മാറ്റി അടിപൊളിയാക്കി നമ്മൾ കിഡ്നാപ്പ് ചെയ്ത് ബോസിനൊക്കെ കൊണ്ടുപോയി കൊടുത്തിന്. ഇപ്പം ബോസ് വിളിച്ചിരിക്കണം ബിൽഡിങ്ങിലേക്ക് വരാൻ വേണ്ടിയിട്ട്. എന്തിനാ അറിയാം കിഡ്നാപ്പ് ചെയ്ത ഗേൾ എന്ത് പറഞ്ഞിരിക്കണം എന്തൊന്നും അറിയില്ല. അപ്പം നമ്മൾ കിഡ്നാപ്പ് ചെയ്ത് കൊടുത്തിരിക്കണം ബോസിന് എന്താ തെളിയിക്കാന്നൊക്കെ പറഞ്ഞു. അപ്പം അതിൻ്റെ എന്തെങ്കിലും വിളിച്ചതേക്കാരം. നമുക്ക് നേരെ ബോസിൻ്റെ ബിൽഡിങ്ങൊക്കെ നേരെ പോയൊക്കെ വിളിച്ചിട്ട് കുറച്ച് നേരമായി. അപ്പം നമുക്ക് നേരെ ബോസിൻ്റെ ബിൽഡിങ്ങൊക്കെ പോയൊക്കെ എന്താ നമുക്ക് നേരെ ചോദിച്ചു നോക്കാം. ഹലോ ഗൈസ്, ഞാൻ ബോസിന്റെ ബിൽഡിങ്ങിലൊക്കെ എത്തിക്കണം. നമുക്ക് നേരെ പോയി ചോദിച്ചു നോക്കാം എന്തിനാ വിളിച്ചത്. അപ്പോൾ ആ കാര്യത്തിനാണോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് നേരെ ചോദിച്ചു നോക്കാം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ വിളിച്ചപ്പോൾ ആ കാര്യമൊക്കെ അത് തന്നെയാണ്. അപ്പോൾ നമ്മൾ കൊണ്ടുപോയി കൊടുത്ത ആള് പറഞ്ഞിക്കണെന്ന് പറഞ്ഞത് സത്യം പറഞ്ഞിക്കണെന്ന് പറഞ്ഞപ്പോൾ ആ വീഡിയോ കാണാത്തല്ലേ ഹൈബായിട്ടല്ലേ വീഡിയോ കൊടുക്കാൻ. അപ്പോൾ അത് പോയി കാണാം. അപ്പം നമ്മൾ കൊണ്ടുപോയി കൊടുത്ത ആള് സത്യം പറഞ്ഞു കുറച്ച് കഴിഞ്ഞാലത്ത് പറഞ്ഞത് എന്നാ പറഞ്ഞതും. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ട് നമ്മളെ വിളിച്ചപ്പോൾ നമുക്കൊരു പണി, നമുക്ക് ഈ സിറ്റിയിലൊന്ന് കറങ്ങി നോക്കാം. അപ്പോൾ കറങ്ങി നോക്കിയിട്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് നേരെ പോകാം. അപ്പോൾ നമുക്ക് നേരെ വണ്ടി വളക്കാം. ചെറുതായിട്ട് തട്ടിയല്ല ഈ സമയം സിറ്റിക്ക് ഇറങ്ങിയപ്പോൾ അവിടെ ദൂരെ അതാ പോലീസും കുറച്ച് വണ്ടികളും ഉണ്ട്. അപ്പോൾ എന്താണെന്നൊന്നും അറിയില്ല. നമുക്ക് അങ്ങോട്ട് പോയൊക്കെ കുറേ നായ്ക്കളുണ്ട്, പോലീസ് നായ്ക്കളാ തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ പോയൊക്കെ സംശയിക്കുന്ന രീതിയിൽ അവിടെ നിൽക്കണ്ട. നടുവിൽ ലംബോർഗിനി അല്ല ഇപ്പോൾ പുതിയത് സിറ്റിയിൽ ഇറങ്ങിയത്. പക്ഷേ ഇത് ഇറങ്ങിക്കണമെന്ന് പറഞ്ഞു കേട്ടോ, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ നമുക്കൊന്ന് ചുറ്റും പോയാണ്ടൊന്ന് റിട്ടേൺ അധികം നിർത്തണ്ട, അവർക്ക് ഡൗട്ട് തുടങ്ങും. പക്ഷെ ഇതിലൊക്കെ പോലീസുകാരുണ്ടെന്നാണ് തോന്നുന്നത്. പക്ഷേ ലംബോർഗിനി നമുക്ക് നേരെ ബോസിനോട് ചോദിച്ചു നോക്കാം. ഇത് ബോസ് അറിഞ്ഞിരിക്കണം, നമ്മൾ അറിഞ്ഞിട്ടില്ല. അത് ഈ പോലീസുകാരെ വണ്ടിയാണോ എന്നൊന്നും അറിയില്ല. പോലീസുകാർ കാവലിക്കൊണ്ടുണ്ട്, പോലീസുകാരെ വണ്ടി തന്നെ ആയിരിക്കും. നമുക്ക് നേരെ ബോസിന്റെ ബിൽഡിംഗ് കഴിഞ്ഞ് ബോസിനോട് ചോദിച്ചു നോക്കാം. ബോസ് അറിഞ്ഞിരിക്കണം, നമുക്ക് നേരെ ചോദിച്ചു നോക്കാം. ഒക്കെ ശേഷം ബോസിന്റെ ബിൽഡിങ്ങിലൊക്കെ എത്തിയിരിക്കണം. അപ്പം നമുക്ക് നേരെ ചോദിച്ചു നോക്കാം. നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിരിക്കണം. അപ്പോൾ ഇതാണെങ്കിൽ നമുക്ക് എന്തായാലും ചോദിച്ചു നോക്കിയിട്ട് നേരെ ഇറങ്ങി നമുക്ക് ചോദിച്ചു നോക്കാം. ഹലോ ഗൈസ്, അങ്ങനെ ചോദിച്ചു നമ്മൾ കുറേ നേരം ബോസിന്റെ ബിൽഡിങ്ങിലൊക്കെ നിന്ന് ബോസ് പറഞ്ഞത് പോലീസുകാർ ഇറക്കിയ വണ്ടികൾ, പോലീസുകാർക്ക് പുതിയൊരു ലംബോർഗിനി ആവശ്യമുണ്ട്, അതിനുകൊണ്ട് ഇറക്കിയതാണെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ നൈറ്റ് വരെ കാത്തുന്നതാണ്, വെറുതെ കുറച്ച് നേരം കാത്തുന്നത്. അത് നമുക്ക് അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ കാത്തുന്നതാണ്. അപ്പം നമുക്ക് നൈറ്റ് അടിച്ചു മാറ്റാം. ഇപ്പോൾ അവിടെ സെക്യൂരിറ്റി ആളുണ്ട്, പോലീസുകാരുണ്ടാക്കാൻ നമ്മൾ നേരെ പോയി നോക്കാം. പക്ഷെ നമുക്ക് നേരെ വണ്ടി പെടുന്ന് നമ്മളെ പഴയ വീട്ടിലേക്ക് എടുക്കാം. എന്നിട്ട് അവിടെ നിന്ന് നമ്മളെ ഗണ്ണെടുത്ത് നോക്കി വെക്കാം, എന്നിട്ട് ഷൂട്ട് ചെയ്യാനൊക്കെ തീരുമാനിച്ചാം. പക്ഷേ നമ്മൾ പഴയ വീട്ടിലെത്തി നമുക്ക് നേരെ മുകൾക്ക് കയറിയാണ്ട് നമ്മളെ ഏറ്റവും മുകൾക്ക് നമുക്ക് കിച്ചണിൻ്റെ മുകളിൽ കൂടെ കയറാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ കയറിയാണ്ട് നമുക്ക് നേരെ നോക്കപ്പെടുന്ന പോലീസുകാരുണ്ടായിരുന്നു. പോലീസ് നായ്ക്കളൊക്കെ ഉണ്ടായിരുന്നു രാവിലെ. അപ്പോൾ ഇപ്പം എന്താണെന്ന് നമുക്ക് നേരെ കയറിയാണ്ട് നോക്കാം. അതിൻ്റെ മുകളിലൊക്കെ എത്തി നമുക്ക് ഗണ്ണെടുത്തുകാണ്ട് നമ്മൾ സൂം ചെയ്യാൻ പറ്റില്ല. അദ്ദേഹത്തിന് നോക്കാം. ഇവിടുന്ന് കാണുക ലംബോർഗിനി ഇതാ ഒരു പോലീസ് വണ്ടി ഇതാ. ഇവിടെ ഒരു പോലീസ് വണ്ടി ഇതിന് ആളുണ്ട് തോന്നുന്നുണ്ട്. നമുക്ക് ഇവിടുന്ന് ഗണ്ണെടുത്ത് ഷൂട്ട് ചെയ്തിട്ട് മറ്റീനെ കാണാൻ പറ്റൂല, അതിൻ്റെ ബാക്ക് മാത്രമേ കാണാൻ പറ്റൂ. നമ്മൾ ഷൂട്ട് ചെയ്യാം. പക്ഷെ നമുക്ക് ഷൂട്ട് ചെയ്ത് നമുക്ക് ഇനി നമുക്ക് നേരെ അപ്പുറത്ത് പോയാലേ ഈ പോലീസ് വണ്ടി താഴെ ഷൂട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് നേരെ അപ്പുറത്തേക്ക് പോവാം, അതിൻ്റെ മുകൾക്ക് പോവാം. പക്ഷേ ഇതിൻ്റെ മുകളിലെത്തി നമുക്ക് നേരെ നോക്കാം. ഇത് കാണുന്നില്ല, പക്ഷെ ഇത് ഉള്ളിലെന്ന് വെച്ച് നോക്കണ്. പക്ഷെ ഇവിടെ ഒന്നും കാണില്ല. പക്ഷേ പോലീസ് വണ്ടി കണ്ടു താത്ത അദ്ദേഹത്തെ ഇവിടുന്ന് ഷൂട്ട് ചെയ്ത ഒരാളാണ്. പക്ഷേ ഇവിടുന്ന് എല്ലാവരും ഷൂട്ട് ചെയ്തിട്ട് നമുക്ക് നേരെ പോയി എടുത്തോണ്ടിരാം. പക്ഷേ അങ്ങനെ എല്ലാവരും ഷൂട്ട് ചെയ്തിട്ട് നമുക്ക് നേരെ ഇനി പോയി നോക്കാം. ഇനി ആരെങ്കിലും അവിടെ ഉണ്ടാകുന്നതൊക്കെ നമുക്കറിയില്ല. അതുകൊണ്ട് നമുക്ക് നേരെ പോയി നോക്കാം. പക്ഷെ നമുക്ക് നേരെ എത്തിക്കണം. പക്ഷേ അപ്പോൾ നമുക്ക് ലംബോർഗിനി എടുക്കാൻ പറ്റില്ല, ഈ പോലീസ് വണ്ടി വിടായിട്ട്. പക്ഷെ നമ്മൾ എങ്ങനെയൊക്കെ ലംബോർഗിൻ്റെ അടുത്ത് എത്തിക്കാണ്ട് ലംബോർഗിനിൻ്റെ ഉള്ളിലേക്ക് നമ്മളിങ്ങനെ കയറിയിരിക്കണം. നമുക്ക് ലംബോർഗിനി എടുത്താണ് ഈ പോലീസ് വണ്ടി നശിപ്പിക്കണം. പക്ഷേ ഈ പോലീസ് വണ്ടി ഇവിടെ വെക്കുന്നത് അത്ര സേഫ് അല്ല. അപ്പോൾ നമുക്ക് നേരെ നശിപ്പിക്കാം. പക്ഷേ നമുക്ക് നേരെ പോലീസ് വണ്ടി ഇവിടുന്ന് ഇറങ്ങി ഇവിടുന്ന് നശിപ്പിച്ചാൽ നമ്മളെ വണ്ടി കൂടെ പോകും. നമുക്ക് നേരെ കയറിയാണ്ട് കുറച്ചങ്ങോട്ട് നീങ്ങിയാണ് പോലീസ് വണ്ടി നേരെ നശിപ്പിക്കാൻ തുടങ്ങാം. നമുക്ക് കുറച്ച് മുന്നോട്ടേക്ക് എടുത്താണ് നശിപ്പിക്കാം. നമ്മൾ ഗണ്ണെടുത്തോണ്ട് ഒറ്റയടിക്ക് 3 പോകണം. അപ്പം നമുക്ക് പറ്റുമോയെന്ന് നോക്കാം. പക്ഷേ അതിന് ഗണ്ണൊക്കെ എടുത്തേക്കണം, നമുക്ക് നേരെ എടുക്കാം. പക്ഷേ ഇത് പോലീസുകാരൊക്കെ തെരഞ്ഞിടണമെന്ന് നിൽക്കാറില്ല. നമുക്ക് ഒന്നിന് നടുക്ക് വെക്കാം, പിന്നെ ഈ തലക്കത്തിന് വെക്കാം. പക്ഷേ പെട്ടെന്ന് തീർക്കണം, ഒച്ചയിട്ട് പോലീസുകാരൊക്കെ വന്നാൽ പണി കിട്ടും. അപ്പം നമുക്ക് നേരെ എല്ലാത്തിനും വേണ്ടി നമുക്ക് നേരെ വീട്ടിലേക്ക് എത്തിക്കണം. പക്ഷേ നമ്മൾ ലേറ്റൊക്കെ ഓഫ് ആക്കി നമുക്ക് നേരെ വീട്ടിൽ കേട്ടോ. ഇപ്പം ആരും അറിഞ്ഞിട്ടൊന്നുമില്ല നമ്മൾ വീഡിയോ അപ്പം രാത്രി ആയതുകൊണ്ടേക്കാരും തോന്നുന്നത്. അപ്പോൾ ആരും അറിഞ്ഞപ്പോൾ നമ്മൾ വീട്ടിലെത്തിയും കഴിച്ച്. അപ്പം നിങ്ങൾക്ക് ഈ ലംബോർഗിനി സ്റ്റഡിൽ ലൈക്ക് ചെയ്യാം. അപ്പം കഴിച്ച് ഈ കൊച്ചു വീടത്തുള്ള സ്റ്റഡ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. നല്ലൊരു വീഡിയോ കാണായിരിക്കും. ഈ വീഡിയോ കണ്ടോളി, ക്ലിക്ക് ചെയ്ത് കണ്ട്